ടയറിലെ മെറോപ്പിയൂസിന്റെ സഹോദരന്മാരാണ് ഫ്രുമെൻസിയൂസും എദേസിയൂസും. അദ്ദേഹം ഈ രണ്ട് കുട്ടികളെയും കൂട്ടി വിശിഷ്ട രത്നങ്ങൾ ശേഖരിക്കാൻ ചെങ്കടലിൽ കൂടെ എത്യോപ്യയിലേക്ക് ഒരു യാത്ര ചെയ്തു. യാത്രാമധ്യേ ഭക്ഷണം ശേഖരിക്കുവാൻ വേണ്ടി ഒരു തുറമുഖത്ത് കപ്പൽ നിർത്തി. റോമക്കാരോട് പടവട്ടിക്കൊണ്ടിരുന്ന കാട്ടാളന്മാർ ആ രണ്ട് കുട്ടികളെ ഒഴിച്ച് ബാക്കി നാവികരെയും യാത്രക്കാരെയും വധിച്ചു. കുട്ടികൾ ഒരു മരത്തിന്റെ കീഴിലിരുന്ന് പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. അവരുടെ അഴകും പ്രായവും നിഷ്കളങ്കതയും പരിഗണിച്ച് കാട്ടാളന്മാർ അവരെ വധിച്ചില്ല. അവരെ അസുമായിൽ വസിക്കുന്ന രാജാവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവിന് കുട്ടികളുടെ സാമർത്ഥ്യം ഇഷ്ടപ്പെട്ടു. ഇളയ സഹോദരനായ എദേസിയൂസിനെ തന്റെ ഭക്ഷണമേശയിൽ വിളമ്പാൻ നിയമിച്ചു. ഫ്രെമോൻസിയൂസിനെ സ്റ്റേറ്റ് സെക്രട്ടറിയായും ഖജാൻജിയുമാക്കി. ഈ രണ്ട് സഹോദരന്മാർ രാജാവിന്റെ കൂടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു. രാജാവ് മരിക്കാറായപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകി. രാജ്ഞി അവരുടെ സേവനം തുടർന്ന് ആവശ്യപ്പെടുകയും അവർ വിശ്വസ്തയോടെ രാജ്ഞിയെ സേവിക്കുകയും ചെയ്തു. അതേസമയം ക്രിസ്തുമത പ്രചാരണത്തിനും അവർക്ക് ധാരാളം സമയം കണ്ടെത്തുവാൻ കഴിഞ്ഞു. രാജകുമാരൻ പ്രായമായപ്പോൾ അവരുടെ സേവനം തുടരാൻ ആവശ്യപ്പെട്ടെങ്കിലും എദേസിയൂസ് ടയറിലേക്ക് മടങ്ങി ഒരു വൈദികനായി. ഫ്രെമൻസിയൂസ് അലക്സാൻഡ്രിയയിലേക്ക് പോയി മാർ അത്തനേഷ്യസിനെ കണ്ട് എത്യോപ്യയുടെ മാനസാന്തരത്തിനായി ഒരു ബിഷപ്പിനെയും കുറെ പുരോഹിതന്മാരെയും അയക്കാൻ ആവശ്യപ്പെട്ടു. അത്തനേഷ്യസ് ഫ്രെമോൻസിയാസിനെ മെത്രാനായി അഭിഷേചിച്ച് എത്യോപ്യയിൽ ആരംഭിച്ച ജോലി പൂർത്തിയാക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അസുമായിലേക്ക് മടങ്ങി അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. അസുമയുടെ പ്രേക്ഷിതനായി ഫ്രെമോൻസിയസിനെ അവിടുത്തുകാർ വന്ദിക്കുന്നു. അവർ അദ്ദേഹത്തെ അബുനാസ് അഥവാ സമാധാന പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്. 72-ാമത്തെ വയസ്സിൽ ഫ്രെമോൻസിയൂസ് തനിക്കുള്ള സമ്മാനം വാങ്ങുവാൻ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു.